അന്ന് മുഴുവൻ അവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങിയില്ല. ഒന്നും കഴിച്ചതുമില്ല. ടേബിളിന് ചുറ്റും ഇരിക്കുമ്പോൾ പതിവില്ലാത്തൊരു മൗനം അവിടെ നിറഞ്ഞു. അവന്റെ കണ്ണുകൾ അവളുടെ റൂമിന് നേർക്കായിരുന്നു. അവളെ ഒന്ന് കാണാൻ തോന്നി അവന്. അവരും കണ്ടിരുന്നു അവന്റെ നോട്ടവും മുഖത്തെ ദേഷ്യവും സങ്കടവും ഒക്കെ. അവൻ പേരിനെന്തോ കഴിച്ചെന്ന് വിരുത്തി എണീറ്റു. അഗ്നി! അച്ഛന്റെ വിളി കേട്ടതും റൂമിലെ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്ന അഗ്നി തിരിഞ്ഞു നോക്കി. അച്ഛനും അമ്മയും അച്ഛമ്മയും അവന്റെ അടുത്തേക്ക് വന്നു. ഉണ്ണി, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അതോ അവൻ ആ അജിത്തുമായിട്ടുള്ള വാശിക്ക് പുറത്താണോ? അല്ല അച്ഛാ, ഞാൻ പറയണം എന്ന് കരുതിയൊരു കാര്യമാണ്. ഇതിപ്പോ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ആയി എന്ന് മാത്രം. ഞങ്ങളിത് നിന്നോട് ചോദിക്കാൻ കാരണം നിനക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയില്ലേ? മുൻപേ ഒരാളുമൊത്ത് 2 വർഷത്തോളം ജീവിച്ചൊരു കുട്ടിയാണവൾ. സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലാത്തവൾ, ഒന്നുമില്ലാത്തവൾ. പിന്നീട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നിനക്ക് അവളൊരു ബാധ്യതയായി തോന്നരുത്. ഇനിയൊരു അവഗണന കൂടി സഹിക്കാൻ ആ പാവത്തിനാവില്ല. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു. ഇതൊക്കെ ഒരുപാട് ദിവസമെടുത്ത് ഞാൻ ആലോചിച്ചതാ അമ്മേ. നമ്മുടെ കൂടെ ഇത്ര സ്നേഹത്തോടെ ജീവിക്കാനും അത്രത്തോളം നമ്മളെയൊക്കെ ജീവനായി കണ്ട് സ്നേഹിക്കാനും അവൾക്കേ കഴിയൂ. അവൾ ഒരിക്കലും നിങ്ങളിൽ നിന്നും എന്നെ പിരിക്കാനോ അകറ്റാനോ നോക്കില്ല. അതും പറഞ്ഞവൻ അവരെ ചേർത്ത് പിടിച്ചു. ലക്ഷ്മി, നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ. ആ കുട്ടിയോടും കൂടെ ചോദിക്കണ്ടേ? നീ തന്നെ ഈ കാര്യം അവളോടൊന്ന് സൂചിപ്പിക്ക്. വേണം അമ്മേ, ഞാൻ സംസാരിക്കാം അവളോട്. അതും പറഞ്ഞവർ അവളുടെ റൂമിലേക്ക് നടന്നു. തലയണയിൽ മുഖമമർത്തി കിടക്കുന്നവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ തലോടിയവർ. മോളെ, വല്ലതും കഴിക്കണ്ടേ നിനക്ക്? ഇങ്ങനെ പട്ടിണി കിടക്കാനാണോ കരുതിയിരിക്കുന്നേ? അവർ വിളിച്ചതും അവൾ നേരെ അവരുടെ മടിയിലേക്ക് മുഖം പോയിട്ട് വിതുമ്പി. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ, വിശപ്പില്ല. അതും പറഞ്ഞവൾ അവളുടെ നേർക്ക് മുഖമുയർത്തി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും എണീറ്റില്ലേ എന്റെ കയ്യിലിന്ന് നല്ല തല്ലുകൊള്ളും. അവരവളെ നോക്കി കണ്ണുരുട്ടി. അതിന് ഞാനെവിടെ പോവാനാ? എന്റെ അമ്മ തന്നെയല്ലേ. ഇങ്ങനെയല്ല, ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും അറിവോടെ എന്റെ മോളായിട്ട് വന്നൂടെ? അത് കേട്ടതും അവൾ അവരെ അമ്പരപ്പോടെ നോക്കി. അതെങ്ങനെ നടക്കും അമ്മേ? മോൾക്ക് എന്റെ അഗ്നിയെ കല്യാണം കഴിച്ചൂടെ? പിന്നെ ഒരാൾക്കും എന്റെ മോളെ എന്നിൽ നിന്നും അകറ്റാൻ കഴിയില്ല. അവർ അവളെ പ്രതീക്ഷയോടെ നോക്കി. അത് കേട്ടതും അവൾ ഇരുന്നിടത്ത് നിന്നും ചാടി എണീറ്റു. അമ്മ എന്താ ഈ പറയുന്നത്? ഞാനെങ്ങനെ? എനിക്കറിയാം മോൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന്. അമ്മ പറഞ്ഞു എന്ന് കരുതി സമ്മതിക്കണ്ട. ആലോചിച്ച് ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് എന്തു തന്നെ ആയാലും മോൾ എനിക്കെന്നും എന്റെ മോള് തന്നെയാവും. വേണ്ട അമ്മേ, ഇങ്ങനൊന്നും പറയല്ലേ. അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നേ ആവൂ. പക്ഷേ ഇത് അച്ഛനും അച്ഛമ്മയും ഉണ്ണിയേട്ടനും അവരൊക്കെ അറിഞ്ഞാൽ അവരെന്നെ വെറുത്തു പോകും. ഞാൻ ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവൾ ആണെന്ന് കരുതും. അമ്മയെ ഞാൻ കയ്യിലാക്കി വെച്ചിരിക്കുന്നു എന്ന് കരുതും. അമ്മ ഇതൊന്നും ആരോടും പറയല്ലേ, അവൾ ദയനീയമായി പറഞ്ഞു. അവരൊരു പുഞ്ചിരിയോടെ അവളുടെ കൈ ചേർത്ത് പിടിച്ചു. എന്റെ അഗ്നിക്ക് മോളെ കൂടാതെ ജീവിക്കാൻ വയ്യെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും മോളെന്നും ഇവിടെ വേണമെന്നാണ് ആഗ്രഹം. അത് കേട്ടതും അവൾ അവരെ മുഴിച്ചു നോക്കി. കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നു. അത് കരുതി മോള് ഞങ്ങൾക്ക് വേണ്ടി സമ്മതിക്കണ്ട. ഞങ്ങളൊരിക്കലും മോളെ നിർബന്ധിക്കില്ല. മോള് നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അവളൊന്നും പറയാതെ തല കുനിച്ചു നിന്നു. രാത്രി കിടക്കുമ്പോൾ അവൾക്ക് ഉറക്കം വന്നില്ല. കണ്ണടച്ചാൽ അഗ്നിയുടെ മുഖം തെളിഞ്ഞു വരും. അവന്റെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും പലതവണ തനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും അതൊക്കെ തന്റെ തോന്നലാണെന്ന് കരുതി. അമ്മ വന്നു പോയതിനു ശേഷം അച്ഛനും അച്ഛമ്മയും വന്ന് അതേ കാര്യം പറഞ്ഞു. ഇനി എന്തു ചെയ്യും? ഇനി ഒരു വിവാഹം തനിക്ക് കഴിയുമോ? അതും
അവനോട് ഇഷ്ടമോ ഇഷ്ടക്കേടോ തോന്നുന്നില്ല. ഇനി എങ്ങനെ താൻ അവന്റെ മുഖത്ത് നോക്കും? ഇത്രയും വലിയ വീട്ടിൽ, ഈ നാട്ടിലെ തന്നെ പേര് കേട്ട വലിയൊരു വീട്ടിൽ മരുമകളായി താൻ അതിനുള്ള യോഗ്യത തനിക്കുണ്ടോ? ഓരോന്നാലോചിച്ചവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. 2 ദിവസമായിട്ട് അഗ്നിയുള്ള സമയം അധികവും റൂമിൽ തന്നെ ഇരിപ്പാണവൾ. അറിയാതെ പോലും അവന്റെ മുൻപിൽ ചെന്നുപെടാതെ നടന്നു. പിന്നീട് അവരൊന്നും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. തന്നെ നിർബന്ധിക്കേണ്ടെന്ന് കരുതിയാവും. അഗ്നി ഓഫീസിൽ പോയതും ലക്ഷ്മിയെ സഹായിക്കാൻ കൂടെ കൂടിയതാണവൾ. മോളെ, കുറച്ച് വെള്ളമെടുത്തേ. അച്ചമ്മ വിളിച്ചതും ഒരു കപ്പിൽ വെള്ളവുമെടുത്ത് അവരുടെ റൂമിലേക്ക് നടന്നു. ഇതാ അച്ചമ്മേ. ആ മോളെ, ആ പെട്ടിയിൽ നിന്നും അച്ചമ്മയുടെ പ്രഷറിനുള്ള ഗുളിക കൂടെ എടുത്തതാ. അതും കൊടുത്ത് അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. നേരെ റൂമിലേക്ക് നടന്നു. ആരോ ബെല്ലിടുന്ന ശബ്ദം കേട്ടതും അവൾ പോയി ഡോർ തുറന്നു. പുറത്തു നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവൾ ഞെട്ടി. പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടാൻ നിന്ന അവളെ അവൻ കയ്യിൽ പിടിച്ചു വലിച്ച് ചുവരോട് ചേർത്തു നിർത്തി. അവൾക്കിരുവശവും കൈകൾ വെച്ചു. അവനെ നോക്കിയതും തന്നെ നോക്കുന്ന അവന്റെ മിഴികളെ നേരിടാനാവാതെ അവൾ മുഖം താഴ്ത്തി. ഇഷാനി. അവൻ അവളുടെ പിടയുന്ന മിഴികളിൽ നോക്കി പതിയെ വിളിച്ചു. എന്നിട്ടും അവൾ അവനെ നോക്കുന്നില്ലെന്ന് കണ്ടതും അവനൊന്നുകൂടി അവളോടടുത്തു. എന്നെ കാണുമ്പോഴുള്ള ഈ ഒളിച്ചുകളി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. പിന്നെ എന്നോട് യെസ് എന്നല്ലാതെ നോ എന്ന് പറഞ്ഞാൽ. അതും പറഞ്ഞവൻ പിന്നിലേക്ക് മാറി അവളെ ഒന്നുകൂടി നോക്കി. നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലുള്ള അവളുടെ ആ നിൽപ്പ് കണ്ടതും അവന്റെ ഉള്ളൊന്ന് തുടിച്ചു. അവളെ അപ്പാടെ വാരിയെടുത്ത് വിഴുങ്ങാൻ തോന്നി അവന്. ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും അവൻ റൂമിലേക്ക് പോയി. അവൻ പോയിട്ടും പകപ്പോടെ അവൾ കുറച്ചുനേരം കൂടി അവിടെ നിന്നു. പിന്നെ പതിയെ അകത്തേക്ക് നടന്നു. അവളെ നിരീക്ഷിച്ചുകൊണ്ട് മുകളിൽ നിന്നവന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇഷാനിയെ കണ്ടതിന് ശേഷം എല്ലാവരോടും ദേഷ്യമാണ് അജിത്തിന്. സാവിത്രിക്കാണെങ്കിൽ അവൾ മനക്കിൽ ഉണ്ടെന്നറിഞ്ഞ് ഒരു സമാധാനവും ഇല്ല. അവളെങ്ങനെ അവിടെ എത്തിക്കാണും? ശല്യം പോയി എന്ന് സമാധാനിച്ചതാണ്. ഇനി തിരിച്ചു വരാതെ തനിക്ക് രക്ഷയില്ല. ഇവിടെ ഒരുത്തി ഇരുന്നിടത്ത് നിന്ന് അനങ്ങുക പോലുമില്ല. അമ്മേ, ചായ. ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ജിത്തു ടേബിളിൽ വന്നിരുന്നു. കൂടെ വർഷയും ഉണ്ട്. അവളിപ്പോൾ എണീറ്റതേ ഉള്ളൂവെന്ന് അവളുടെ മുഖത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി. ഞാനൊന്നും ഉണ്ടാക്കിയില്ല, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ലെന്നോ? പിന്നെ ഞാനെന്ത് കഴിച്ചിട്ട് ഓഫീസിൽ പോവും? അല്ലെങ്കിൽ ഇപ്പോൾ ഏറെയും ഫുഡ് പുറത്തു നിന്നാ. നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ പണി? അവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. അതിന് ഞാൻ മാത്രം കരുതിയാൽ പോരാ. എന്നാൽ തന്നെ അടിക്കലും തുടക്കലും എല്ലാം ഞാനൊരുത്തിയാ ചെയ്യുന്നത്. ഇനി എന്നെക്കൊണ്ട് വയ്യ. നാളെ മുതൽ നിന്റെ അലക്കാനുള്ളതൊക്കെ നീയോ ഇവളോ ചെയ്തോ. എന്നെ പ്രതീക്ഷിക്കണ്ട. അവർ ദേഷ്യത്തോടെ വർഷയെ നോക്കി. വർഷ, നിനക്കെന്താ അമ്മയെ സഹായിച്ചാൽ? നീ ഇവിടെ ഫുൾ ടൈം ഫോണിലും കുത്തിയിരിപ്പല്ലേ. എന്തെങ്കിലും പണിയെടുത്തെന്നും കരുതി ഒന്നും സംഭവിക്കില്ല. ഞാനോ? ഞാൻ ചെയ്യില്ല. നിന്റെ വീട്ടിൽ വന്ന് ജോലിക്കാരിയെപ്പോലെ നിൽക്കാനല്ല എൻ്റെ അച്ഛൻ നിറയെ സ്വർണവും പണവും തന്നെ വിട്ടിരിക്കുന്നത്. കണ്ടോ മോനെ ഇവളുടെ സംസാരം. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ ജോലിയൊക്കെ എടുക്കൽ ആ പെണ്ണിൻ്റെ കടമയാ. അതിനുവേണ്ടി കൂടിയാ മക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്. സാവിത്രി സങ്കടവും ദേഷ്യവും കൂടിക്കലർന്നു പറഞ്ഞു. ഓ, അതിനാണപ്പോൾ കല്യാണം കഴിക്കുന്നതല്ലേ? എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഞാനങ്ങനെ ഒരു ഭാര്യയായി ജീവിക്കാൻ കരുതിയിട്ടില്ല. വർഷ വീറോടെ സാവിത്രിയുടെ നേർക്ക് തിരിഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെ. നിങ്ങളെ രണ്ടുപേരെയും പോലെ തന്നെ ഒരു പെണ്ണായിരുന്നില്ലേ ഇഷാനിയും? എന്നിട്ട് ഈ വീട്ടിലെ സകല ജോലിയും അവൾ തന്നെയല്ലേ ചെയ്തിരുന്നത്? എന്നിട്ട് അവൾക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏതൊരു കാര്യവും ഞാൻ പറയുക കൂടെ ചെയ്യാതെ അവൾ ചെയ്തിരുന്നു. അവൾ പോയപ്പോൾ പോയി മനുഷ്യൻ്റെ മനസ്സമാധാനം. അവൻ ദേഷ്യത്തോടെ കസേര ചവിട്ടി തെറിപ്പിച്ചു. അത്രക്ക് നല്ലതായിരുന്നേൽ എന്തിനാ എൻ്റെ പിന്നാലെ വന്നത്, എന്നെ കെട്ടിയത്? ഓ, പണം കണ്ടിട്ടാവും. അതവൾക്കില്ലല്ലോ. വർഷ അവൻ്റെ നേർക്ക് ചീറി.
അവൻ ഇഷാനിയെ പൊക്കിയും തന്നെ താഴ്ത്തിയും പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായില്ല. അതേടി, അതുകൊണ്ട് തന്നെയാണ്. പണം മാത്രമായിരുന്നു അവൾക്കില്ലാത്തത്. അല്ലാതെ എല്ലാം കൊണ്ടും നിന്നെക്കാൾ ബെറ്റർ അവളായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കാൻ വൈകി. അതും പറഞ്ഞവൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. അന്ന് അഗ്നി അങ്ങനെ പറഞ്ഞതിനു ശേഷം അവൾ പിന്നെ തീരെ അവന്റെ മുൻപിലോട്ട് പോയില്ല. എങ്കിലും അവന്റെ ശബ്ദമോ അവന്റെ വണ്ടിയുടെ ശബ്ദമോ ഒക്കെ കേൾക്കുമ്പോൾ അവൾ പോലും അറിയാതെ അത് ചെവിയോർത്തിരുന്നു. അത് കേൾക്കുമ്പോൾ തന്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആ അച്ചാർ കൂടി എടുത്തോ മോളെ, ബാഗിൽ ഓരോന്ന് അടുക്കി വെച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. മോളീ ബാഗെടുത്ത് പുറത്ത് വെക്ക്, അമ്മയിപ്പോ വരാം. അതും പറഞ്ഞവർ മുറ്റത്തേക്ക് ഇറങ്ങി. അവൾ ആ ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. അഗ്നി ഏതോ ബിസിനസ് ആവശ്യത്തിനായി ബാംഗ്ലൂർ പോവാണ്. തിരിച്ചു വരാൻ 1 മാസം കഴിയും. എല്ലാം എടുത്ത് അവന്റെ റാംഗ്ലർ ജീപ്പിന്റെ പിറകിൽ വെച്ചു. ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞവൻ കാറിലേക്ക് കയറി. ഒരു പ്രാവശ്യം കൂടെ അവന്റെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു. ഇല്ല, തന്നെ ഒന്ന് യാത്രയയക്കാൻ പോലും അവളൊന്ന് പുറത്തോട്ട് വന്നില്ല. അവന് നെഞ്ചിൽ എന്തോ കെട്ടി നിൽക്കുന്നത് പോലെ തോന്നി. ഒന്നുകൂടി അവരെ നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് അവൻ വണ്ടിയെടുത്തു. അപ്പോഴും കണ്ണുകൾ അകത്തേക്ക് തന്നെയായിരുന്നു. ഹാളിൽ ജനാലയ്ക്ക് പിന്നിൽ കർട്ടന്റെ മറവിൽ നിന്ന് അവൾ അവന്റെ വണ്ടി പോകുന്നത് നോക്കി. നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ടവൾ അകത്തേക്ക് നടന്നു. അവൻ വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ അകത്തേക്ക് നോക്കുന്നത് തന്നെയാണ്. ഒന്ന് പുറത്തിറങ്ങി നിൽക്കാമായിരുന്നു. ആരും ഇല്ലാത്ത തനിക്ക് ഒരാശ്രയം തന്നത് ഇവരല്ലേ. ഒരിക്കൽ പോലും ഇഷ്ടക്കേടോടെ തന്നെ നോക്കിയിട്ടില്ല. എന്നിട്ടും താൻ തന്റെ സന്തോഷം മാത്രമേ നോക്കിയുള്ളൂ. തന്റെ ഒരു വാക്കിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. മോളെ, ആര് വന്നാലും ഡോറ് തുറക്കണ്ട. ദേവകി ഇപ്പൊ വരും കേട്ടോ, അച്ചമ്മ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അവരെല്ലാവരും കൂടെ ദൂരെ ഒരമ്പലത്തിൽ പോവാണ്. ഒരു ദിവസം കഴിയും വരാൻ. ഇഷാനെയും കൂട്ടിപ്പോവാമെന്ന് വെച്ചതായിരുന്നു. അപ്പോഴേക്കും അവൾക്ക് പീരിയഡ്സ് ആയി. പിന്നീട് പോവാമെന്ന് പറഞ്ഞു നിന്നെങ്കിലും താൻ കാരണം അവരുടെ പോക്ക് മുടങ്ങണ്ട എന്ന് കരുതി അവൾ തന്നെ നിർബന്ധിച്ചു വിട്ടതാണ് അവരെ. അവൾക്ക് കൂട്ടുകിടക്കാൻ ദേവകി ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അഗ്നി കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം, ലക്ഷ്മി സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ അവരെ പുഞ്ചിരിയോടെ നോക്കി തലയാട്ടി. അവർ പോയതും അവൾ കുറച്ചു നേരം കൂടി പുറത്തിരുന്നു. ലക്ഷ്മി അമ്മ വരട്ടെ, എന്നിട്ട് പറയണം എനിക്ക് അമ്മയുടെ മോളാവാൻ സമ്മതമാണെന്ന്. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അഗ്നി പോയതിൽ പിന്നെ എന്തോ ഒന്ന് താൻ വല്ലാതെ മിസ് ചെയ്യുന്നത് പോലെ തോന്നി അവൾക്ക്. ഇടയ്ക്കിടയ്ക്കുള്ള അവന്റെ നോട്ടവും പുഞ്ചിരിയും, ആരും കാണാതെയുള്ള അവന്റെ കണ്ണീർ കാണിക്കലും, അതൊക്കെ തന്നെ ഇത്രയേറെ സ്വാധീനിച്ചിരുന്നു എന്നവൾ അതിശയിച്ചു. ഈ ജന്മം ഇനിയൊരു വിവാഹമോ മറ്റൊരാളൊപ്പം ഉള്ള ജീവിതമോ വേണ്ടെന്ന് താൻ ഉറപ്പിച്ചതായിരുന്നില്ലേ. തനിക്കൊരിക്കലും പിന്നെ ഒരാളെ സ്നേഹിക്കാൻ കഴിയും എന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ അതൊക്കെ അപ്പാടെ തെറ്റായിരുന്നു. താൻ ഒരുപാട് മാറിയിരിക്കുന്നു. അല്ല, ഇവരൊക്കെ സ്നേഹം കൊണ്ട് കൂടി തന്നെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ താൻ ആരെയും ഭയക്കുന്നില്ല. അവൾക്ക് അത്ഭുതം തോന്നി. അഗ്നി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അവന്റെ മുഖം ഓർമ്മ വന്നതും അവളുടെ കവിളുകൾ ചുവന്നു. നേരെ സന്ധ്യയായി. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. അവൾക്ക് ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നി. ദേവകി ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. നല്ല മഴ വരുന്നുണ്ട്. ഇത്രയും വലിയ വീട്ടിൽ താൻ തനിച്ച്. അവൾക്ക് ആലോചിച്ചിട്ട് ഭയം വന്നു മൂടി. വിളിച്ചു നോക്കിയിട്ട് ദേവകി ചേച്ചിക്ക് കിട്ടുന്നില്ല. അമ്മക്കും അച്ഛനും കിട്ടില്ല. റേഞ്ച് ഉണ്ടാകില്ലെന്ന് നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അവൾ റൂമിൽ പോവാതെ അവിടെ ഹാളിൽ തന്നെ ഭയന്നിരുന്നു. സമയം 8 മണിയായി. കോരിച്ചൊരിയുന്ന മഴയും ഇടിയും. അവൾ സെറ്റിയിൽ കാൽ മടക്കി വെച്ച് ഇരുകൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചിരുന്നു. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു. വീണ്ടും നിർത്താതെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഭയന്ന് വിറച്ച് ജനൽ കർട്ടൻ മാറ്റി നോക്കി. ജാനകി ചേച്ചി വന്നോ, മനസ്സിൽ കരുതി അവൾ പുറത്തേക്ക് നോക്കി. അഗ്നിയുടെ റാംഗ്ലർ ജീപ്പ് മുറ്റത്ത് കണ്ടതും
അവൾക്ക് സന്തോഷമോ സങ്കടമോ ഒക്കെ തോന്നി അവൾക്ക്. അവൾ ഓടിപ്പോയി വാതിൽ തുറന്നതും മഴയിൽ നനഞ്ഞു കുളിച്ച് അവളെയും നോക്കി ഒരു പുഞ്ചിരിയോടെ കൈകെട്ടി നിൽക്കുന്നു അഗ്നി. തുടരും. ഇത്രയും ദിവസം കുറച്ച് ബിസിയായിരുന്നു, അതാ വൈകിയത്. ഇനിയൊന്നും 7:30 ഇടാം. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.